പരമശിവനും ശ്രീ ശങ്കരാചാര്യരും. ഭാരതീയരുടെ ആധ്യാത്മിക ചൈതന്യം തെളിയിച്ച അദ്വൈത മത സ്ഥാപകനാണല്ലോ ശങ്കരാചാര്യ. ഇദ്ദേഹത്തിന് പരമശിവൻ ദർശനം നൽകിയതായി പറയപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യർ കാശിയിൽ താമസിക്കുന്ന കാലം. ഒരു ദിവസം രാവിലെ ആചാര്യൻ ഗംഗയിൽ സ്നാനം കഴിഞ്ഞ് വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഭഗവാനെതിരായി ഒരു ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു. ഒരു പറ്റം വേട്ടനായ്ക്കളും അതിന് മധ്യത്തിലായ മധ്യകുംഭം കയ്യിലെടുത്ത ഒരു ചണ്ടാളനും. ഈ കാഴ്ച കണ്ട ശങ്കരാചാര്യരുടെ നെറ്റി ചുളിഞ്ഞു. തീർത്ഥ സ്നാനവും കഴിഞ്ഞ് ഭഗവത് ദർശനത്തിനായി പുറപ്പെടുന്ന തന്നെ എതിരേൽക്കുന്ന ഈ നീചാതിക്കാരൻ ദുശകനം തന്നെ, കൂടാതെ സവർണനായ തന്റെ മാർഗത്തിനെതിരെ സഞ്ചരിക്കുന്ന ഒരു നീചവർണ്ണക്കാരൻ. ശങ്കരനിലെ യഥാർത്ഥിക ബ്രാഹ്മണൻ ഉണർന്നു. ഹേ ചണ്ടാള, മാറി നിൽക്കൂ. എന്റെ മാർഗത്തിൽ പ്രവേശിച്ച് എന്നെ അശുദ്ധനാക്കുവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മാറി നിൽക്കുക, ശങ്കരാചാര്യർ കൽപ്പിച്ചു. ചണ്ടാളൻ പ്രതികരിച്ചില്ല. മാത്രമല്ല, അത് കേൾക്കാത്ത ഭാവത്തിൽ എന്റെ നടത്തം തുടർന്നു. ശങ്കരാചാര്യർക്ക് കോപമടക്കുവാനായില്ല. ഹേ ദുരാചരെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? ബ്രാഹ്മണശാപം വേണ്ടെങ്കിൽ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. എനിക്ക് ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സമയമായി, ആചാര്യൻ ആജ്ഞാപിച്ചു. ചണ്ടാളന്റെ മുഖം അപൂർവ ശോഭയുള്ള ഒരു പുഞ്ചിരിയിൽ പിളർന്നു. മധ്യകുംഭം നിലത്തുവെച്ച് ചണ്ടാളൻ ചോദിച്ചു, ബ്രാഹ്മണേശ്വര, അടിയൻ പറയുന്ന വാക്കുകൾക്ക് അവിടുത്തെ മാപ്പ് നൽകിയാൽ ആചാര്യ ആജ്ഞ ജ്ഞാനിയല്ലേ? അവിടുന്ന് അറിയിച്ചാലും വഴിമാറേണ്ടത് ഞാനോ എൻ്റെ ആത്മാവും? ശങ്കരാചാര്യൻ ഞെട്ടിപ്പോയി. കേവലം ഒരു ചണ്ടാളന്റെ വാക്കുകൾ തന്നെയാണോ ഇത്? അത്ഭുതത്തോടെ ആചാര്യൻ കണ്ണുമുഴിക്കവേ ചണ്ടാളൻ തുടർന്നു. അല്ലയോ ശ്രേഷ്ഠ, അവിടുന്ന് പറഞ്ഞാലും സമസ്ത മനുഷ്യന്റെയും ശരീരം രക്തസ്തരം വണ്ണ മൂത്രരേതസ്സുകൾ കൊണ്ട് നിർമ്മിതമല്ലേ? ഉത്തമനും പണ്ഡിതനുമായ അങ്ങയുടെ നീചനായ എന്റെയും ശരീരത്തിലെയും ഒഴുകുന്ന ചൂട് രക്തത്തിന്റെ ഒരേ നിറവും ഗുണവും തന്നെയല്ലേ ഉള്ളത്? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇരുവരുടെയും ശരീരത്തെ അഗ്നി ഒരേ വേഗതയിലല്ലേ ഏറ്റുവാങ്ങുന്നത്? പ്രഭു, അവിടുന്ന് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് അങ്ങയുടെ ഇഷ്ടാനുസരണമാണോ? ഞാൻ ചണ്ടാള കുലത്തിൽ പിറന്നത് എൻ്റെ ആഗ്രഹപ്രകാരമാണോ? തീർച്ചയായും അല്ല. എന്നെയും ഭവാനിയും സൃഷ്ടിച്ച ഭഗവാന്റെ കാരുണ്യം വ്യത്യസ്ത അനുവാദത്തിലാണോ നിലനിൽക്കുന്നത്? ആചാര്യ, അങ്ങ് മരിച്ചാൽ അവിടുത്തെ ആത്മാവ് എവിടെ പോകുന്നു? എൻ്റേത് എവിടെ പോകുന്നു? രണ്ടും സാക്ഷാൽ ഈശ്വരനിൽ തന്നെയല്ലേ ചെന്ന് ചേരുന്നത്? അവശേഷിക്കുന്ന മൃതശരീരമാകുവാൻ പോകുന്ന ഈ ദേഹത്തിന്മേൽ അഹന്ത പാലിക്കുന്നത് എന്തിനാണെന്ന് ഭഗവാൻ അറിയിച്ചാലും. ശ്രീ ശങ്കരാചാര്യരുടെ കണ്ണുകളിൽ ബാഷ്പം നിറഞ്ഞു. അവ തുടയ്ക്കുവാൻ അരുരാത അദ്ദേഹം ചണ്ടാളനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അപേക്ഷിച്ചു. അല്ലയോ മഹാനുഭവ, അവിടുന്ന് ആരാണ്? ജ്ഞാനിയെങ്കിലും ഗർവിഷ്ഠനും ദുരാത്മാവുമായ എൻ്റെ മനസ്സിനെ പ്രകാശപൂർണമാക്കിയ ഭവാൻ ആരാണ്? എന്നെ പരീക്ഷിക്കരുതേ. ചണ്ടാളൻ ശ്രീ ശങ്കരാചാര്യരെ എഴുന്നേൽപ്പിച്ച് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ തുടച്ചു കളഞ്ഞു. ആ സമയം ശങ്കരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. താൻ നിത്യവും നിരന്തര വൃദ്ധിയോടും ധ്യാനത്തോടും ഭജിച്ചു പോരുന്ന ഉമാപതി ശിവശങ്കരൻ തന്റെ മുമ്പിൽ. ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ചരണങ്ങളിൽ വീണ് അർത്ഥിച്ചു. ദേവാ, സമസ്ത അപരാധങ്ങൾക്കും മാപ്പ് നൽകിയാലും പ്രഭു, ഏതൊരുവന്റെയും കർമ്മവും അറിവുമാണ് അവന്റെ ശ്രേഷ്ഠതയെ തെളിയിക്കുന്നത്. ജനിച്ച വംശത്തിന്റെ ആർജിച്ച അല്പജ്ഞാനത്തിന്റെയും അമിതാവേശത്താൽ ഞാൻ അല്ലാതെല്ലാം മറന്നു. കാലങ്ങളായി എൻ്റെ കണ്ണുകളിൽ മൂടിയിരുന്ന അജ്ഞതയെ ഭഗവാൻ ഇന്ന് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അവിടുത്തെ ഏതയിൽ ഞാൻ എന്നും കൃതജ്ഞനാണ്. എന്നെ തുടച്ചാലും പ്രഭു. ശങ്കര, നിന്റെ അഹംബോധം നിന്റെ ജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് എനിക്കറിയാനായി. വാത്സല്യപൂർവ്വം പരമശിവൻ തുടർന്നു. മകനെ, ഏതൊരു വ്യക്തി വിനയവും സമാഭിനയും ശീലിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ജ്ഞാനി. കാലാകാലങ്ങളായി മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്ന ഭൗതിക സുഖജീവിത തൃഷ്ണകൾ ആചാരനായി നിന്നെയും കീഴടക്കുവാൻ പാടില്ല. ലോകത്തേക്ക് നോക്കുക. എല്ലാ ജീവികളും പരാശക്തിയുടെ സൃഷ്ടിയാണ്. സോദരത്വം നീ അവരിൽ ദർശിക്കുക. നിനക്ക് നന്മകൾ ഭവിക്കട്ടെ. ഇപ്രകാരം ശങ്കരാചാര്യരെ അനുഗ്രഹിച്ച ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി.